നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മസിൽസ് ഓഫ് ദി ഗ്ലൂട്ടിയൽ റീജിയൻ ദാറ്റ് മൂവ് ദ ഫെമർ, നമ്മുടെ ഫെമറിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഗ്ലൂട്ടിയൽ റീജിയനിലുള്ള മസിൽസാണ് നോക്കാൻ പോകുന്നത്. മസിൽസ് ഓഫ് ദി ലോവർ ലിംസ് ആർ ലാർജർ ആൻഡ് മോർ പവർഫുൾ ദാൻ ദോസ് ഓഫ് ദി അപ്പർ ലിംസ് ബിക്കോസ് ഓഫ് ഡിഫറൻസ് ഇൻ ഫങ്ഷൻസ്. നമ്മളെ കൈകളിലുള്ളയും കാലുകളിലുള്ളയും മസിൽസിൻ്റെ ഫങ്ഷൻസിലെ ഡിഫറൻസ് കൊണ്ട് തന്നെ കയ്യിലുള്ള മസിൽസിനെയും കാട്ടിയും മോർ പവർഫുൾ ആൻഡ് ലാർജറാണ് കാലുകളിലുള്ള മസിൽസിന്. കൈകളിലുള്ള മസിൽസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് പലതരം മൂവ്മെൻറ്റ്സ് ആണ്, വേഴ്സറ്റാലിറ്റി ഓഫ് ദ മൂവ്മെൻറ്റ്. നേരെ മറിച്ച് ലോവർ ലിംബൽ മസിൽസിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി, ലോക്കോമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പോസ്ചർ. കാല് നമ്മളെ പോസ്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ സ്റ്റേബിളാക്കി വെക്കാനും ലോക്കോമോഷൻ മൂവ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫെമറിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഗ്ലൂട്ടിയൽ റീജിയനിലുള്ള 15 മസിൽസാണ് നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സൊയാസ് മേജർ ആൻഡ് ഇലിയാക്കസ്. ഇവർക്ക് രണ്ടാൾക്കും കോമൺ ഇൻസേർഷനാണ്, അതുകൊണ്ട് അതിന് രണ്ടിനെയും കൂടി ചേർത്തിട്ട് ഒരുമിച്ച് പറയുന്ന പേരാണ് ഇലിയോപ്സൊയാസ്. അടുത്തത് 3 ഗ്ലൂട്ടിയസ് മസിൽസാണ്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, മീഡിയസ് ആൻഡ് മിനിമസ്. ഗ്ലൂട്ടിയൽ ഭാഗത്തുള്ള മസിൽസാണ് അവർ മൂന്നാളും. ഇനി അടുത്തത് ടെൻസർ ഫേഷ്യ ലാറ്റേ. അതെന്ന് പറയുന്നത് ലാറ്ററൽ സർഫേസ് ഓഫ് ദ തൈയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഏഴാമത്തത് പിരിഫോർമിസ്. അത് പിയർ ഷേപ്ഡ് ആയതുകൊണ്ടാണ് അതിനാ പേര് വന്നത്, പിരിഫോർമിസ്. അടുത്തത് ഒപ്റ്റുറേറ്റർ ഇൻറ്റേർണസ്, ഒപ്റ്റുറേറ്റർ എക്സ്റ്റേണസ്, സുപ്പീരിയർ ഗമീലസ്, ഇൻഫീരിയർ ഗമീലസ് ആൻഡ് ക്വാഡ്രാറ്റസ് ഫെമോറിസ്. അടുത്ത 12ാമത്തത് അഡക്ടർ ലോങ്കസ്, അഡക്ടർ ബ്രീവിസ്, അഡക്ടർ മാഗ്നസ്. 12, 13, 14. ഇനി ഏറ്റവും ലാസ്റ്റിലത്തെ 15ാമത്തത് പെക്ടീനിയസ്. പെക്റ്റിൻ എന്ന് പറഞ്ഞാൽ കോമ്പ് എന്നാണ് മീനിങ് വരുന്നത്. ആദ്യം തന്നെ നമുക്കൊന്ന് ജസ്റ്റ് പിക്ചർ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പോവാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലത്തെ പിക്ചറിൽ ആൻറ്റീരിയർ സൂപ്പർഫിഷ്യൽ വ്യൂ ഓഫ് ദ തൈ മസിൽസ് ആണ്. ഇതിൽ സൊയാസ് മൈനറും സൊയാസ് മേജർ, ഇലിയാക്കസ് ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അത് നല്ലപോലെ നോക്കിയിട്ട് മനസ്സിലാക്കാം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഫെമറൽ ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡാഷ്ഡ് ലൈനിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ പറയുന്ന പേരാണ് ഫെമറൽ ട്രയാങ്കിൾ. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം ഈ പിക്ചർ നോക്കിയിട്ട്. ഇനി ഇതിൽ റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ ഗ്ലൂട്ടിയസ് മാക്സിമസും മീഡിയസും മിനിമസും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇനി ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് ടെൻസർ ഫേഷ്യ ലാറ്റേ മസിൽസ് കാണിക്കുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലത്തെ പിക്ചറിലും അത് കാണിക്കുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലത്തെ പിക്ചറിൻ്റെ അകത്ത് അഡക്ടർ ലോങ്കസും ബ്രിവിസും മാഗ്നസും കാണിക്കുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിലത്തെ പിക്ചറിൽ അഡക്ടർ ബ്രീവിസ് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലായിട്ട് പെക്ടീനിയസ്, കട്ട് ചെയ്ത പെക്ടീനിയസിൻ്റെ പാർട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, നിങ്ങളത് മനസ്സിലാക്കണം. ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് ഇലിയോ ടിബിയൽ ട്രാക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് നോട്ട്സിലേക്ക് പോവാം. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്, ഫെമറിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഗ്ലൂട്ടിയൽ മസിൽസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പം ദ മെജോറിറ്റി ഓഫ് ദ മസിൽസ് ദാറ്റ് മൂവ് ദ ഫെമർ ഓർ തൈ ബോൺ, അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് പെൽവിക് ഗേർഡിലും ഇൻസേർഷൻ എന്ന് പറയുന്നത് ഫെമറിലുമാണ്. അതുപോലെ ദ സൊയാസ് മേജർ ആൻഡ് ഇലിയാക്കസ് മസിൽ ഷെയർ എ കോമൺ ഇൻസേർഷൻ. ഏതാണ് ആ കോമൺ ഇൻസേർഷൻ? ലെസ്സർ ട്രൊക്കാൻഡർ ഓഫ് ദ ഫെമർ. നമുക്കറിയാം ലെസ്സർ ട്രൊക്കാൻഡർ, ഫെമറിലെ ലെസ്സർ ട്രൊക്കാൻഡർ, അത് ഞാൻ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലെസ്സർ ട്രൊക്കാൻഡറിലാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻസേർഷൻ. ആ കോമൺ ഇൻസേർഷൻ അവർ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഇവർ രണ്ടിനെയും കൂടി ചേർത്തിട്ട് പറയുന്നതാണ് ഇലിയോപ്സൊയാസ് ആൻഡ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ഇലിയോപ്സൊയാസ് മസിൽസ്. The psoas major and iliacus muscles share a common insertion, lesser trochanter of the femur, and are collectively known as the iliopsoas muscles. ഇനി 3 ഗ്ലൂട്ടിയൽ മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു, ഗ്ലൂട്ടിയസ് മാക്സിമസും മീഡിയസും മിനിമസും. ഞാൻ പിക്ചറിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ദി ഗ്ലൂട്ടിയൽ മാക്സിമസ് ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ് ഓഫ് ദ 3 മസിൽസ് ആൻഡ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മസിൽസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിൽ തന്നെയുള്ള വൺ ഓഫ് ദി ലാർജസ്റ്റ് മസിലാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. അതുപോലെ ഈ 3 മസിൽസിൽ വെച്ചിട്ട് ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് ലാർജസ്റ്റ് ആൻഡ് ഹെവിയസ്റ്റ്. നെക്സ്റ്റ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ചീഫ് എക്സ്റ്റെൻസർ ഓഫ് ദ ഫെമർ. നമ്മൾ ഫെമറിൻ്റെ എക്സ്റ്റെൻസറാണ്, എക്സ്റ്റെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിൽ. ഇൻ ഇറ്റ്സ് റിവേഴ്സ് മസിൽ ആക്ഷൻ RMA, ഇറ്റ് ഈസ് പവർഫുൾ എക്സ്റ്റെൻസർ ഓഫ് ദി ടോർസോ അറ്റ് ദ ഹിപ്പ് ജോയിൻറ്റ്. റിവേഴ്സ് മസിൽ ആക്ഷൻ ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. RMA ഇറ്റ് ഈസ് എ പവർഫുൾ എക്സ്റ്റെൻസർ ഓഫ് ദി ടോർസോ അറ്റ് ദ ഹിപ്പ് ജോയിൻറ്റ്. ഹിപ്പ് ജോയിൻറ്റിൻ്റെ ടോർസോ ഭാഗത്തിലുള്ള പവർഫുൾ എക്സ്റ്റെൻസറാണ്. ഇനി അടുത്തത് ഗ്ലൂട്ടിയസ് മീഡിയസ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഡീപ്പ് ടു ദ ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഗ്ലൂട്ടിയസ് മാക്സിമസിൻ്റെ ഡീപ്പായിട്ടാണ് വരുന്നത്. ആൻഡ് ഈസ് എ പവർഫുൾ അബ്ഡക്ടർ ഓഫ് ദ ഫെമർ അറ്റ് ദി ഹിപ്പ് ജോയിൻറ്റ്. ഹിപ്പ് ജോയിൻറ്റിൻ്റെ അടുത്തുള്ള അബ്ഡക്ടറാണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് എന്താണ്?
എക്സ്റ്റെൻസർ, ഗ്ലൂട്ടിയസ് മീഡിയസ് അബ്ഡക്ടർ. ഈ ഗ്ലൂട്ടിയസ് മീഡിയസ് ഗ്ലൂട്ടിയസ് മാക്സിമസിൻ്റെ അണ്ടർലൈറ്റ് ഡീപ്പായിട്ടാണ് വരുന്നത്. ഗ്ലൂട്ടിയസ് മീഡിയസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി വരുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോമൺ സൈറ്റ് ഫോർ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ. ഇത് വൈവക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. കോമൺ സൈറ്റ് ഫോർ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ എവിടെയാണ്? ഗ്ലൂട്ടിയസ് മീഡിയസ്. അടുത്തത് ഇനി ഗ്ലൂട്ടിയസ് മിനിമസ്. ഈ ഗ്ലൂട്ടിയസ് മിനിമസ് ആണ് ഈ 3 മസിൽസിൽ വെച്ചിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ഗ്ലൂട്ടിയൽ മസിൽസ് ആൻഡ് ലൈസ് ഡീപ്പ് ടു ദ ഗ്ലൂട്ടിയസ് മീഡിയസ്. ലൊക്കേഷൻ 3ൻ്റെ ഒരുമിച്ച് പറയാം. ഗ്ലൂട്ടിയസ് മാക്സിമസിൻ്റെ ഡീപ്പായിട്ട് ഗ്ലൂട്ടിയസ് മീഡിയസ് വരും. ഗ്ലൂട്ടിയസ് മീഡിയസിൻ്റെ ഡീപ്പായിട്ട് ഗ്ലൂട്ടിയസ് മിനിമസ് വരും. ഇനി നെക്സ്റ്റ് മസിൽ എന്ന് പറയുന്നത് ദ ടെൻസർ ഫേഷ്യ ലാറ്റെ മസിൽ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി ലാറ്ററൽ സർഫേസ് ഓഫ് ദ തൈ. തൈൻ്റെ ലാറ്ററൽ സർഫേസിലാണുള്ളത്. ഞാൻ പിക്ചർ നേരത്തെ 2 പിക്ചറിലായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ദ ഫേഷ്യ ലാറ്റ ഈസ് എ ലെയർ ഓഫ് ഡീപ്പ് ഫേഷ്യ. ഡീപ്പ് ഫേഷ്യൻ്റെ ലെയറാണ് കമ്പോസ്ഡ് ഓഫ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മളുടെ എൻറ്റയർ തൈന എൻസർക്കിൾ ചെയ്ത് വെക്കുന്ന ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ള ലെയറാണ് ഫേഷ്യ. ഡീപ്പ് ഫേഷ്യൻ്റെ ലെയറാണ് ഈ ഫേഷ്യ ലാറ്റ. അതുകൊണ്ടാണ് ആ പേര് വന്നത്, ടെൻസർ ഫേഷ്യ ലാറ്റെ. അതുപോലെ നേരത്തെ ഞാൻ ആ ഒരു പിക്ചറിൽ ഇലിയോ ടിബിയൽ ട്രാക്റ്റും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെയായിട്ട് ഫെമറൽ ട്രയാങ്കിളിൻ്റെ താഴോട്ടായിട്ട്. ഈ ഒരു ടെൻസർ ഫേഷ്യ ലാറ്റ ഈസ് വെൽ ഡെവലപ്ഡ് ലാറ്ററലി ടുഗദർ വിത്ത് ദ ടെൻഡൻസ് ഓഫ് ദി ടെൻസർ ഫേഷ്യ ലാറ്റ. ടെൻസർ ഫേഷ്യ ലാറ്റേൻ്റെ ടെൻഡൻസും ആൻഡ് ഗ്ലൂട്ടിയസ് മാക്സിമസ് മസിൽസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഇലിയോ ടിബിയൽ ട്രാക്റ്റ്. ഈ ട്രാക്റ്റിൻ്റെ ഇൻസേർഷൻ എന്ന് പറയുന്നത് ഇൻ ടു ദി ലാറ്ററൽ കോണ്ടൈൽ ഓഫ് ദ ടിബിയ. അങ്ങനെ നമ്മൾ സയാസ് മേജർ, ഇലിയാക്കസ്, ഗ്ലൂട്ടിയസ് മാക്സിമസ്, മീഡിയസ് മിനിമസും ടെൻസർ ഫേഷ്യ ലാറ്റയും നോക്കി. ഇനി നെക്സ്റ്റ് അടുത്ത മസിൽസ് നോക്കാം. ദി പെരിഫോർമിസ്, ഒപ്റ്ററേറ്റർ ഇൻറ്റേർണസ്, ഒപ്റ്ററേറ്റർ എക്സ്റ്റേണസ്, സുപ്പീരിയർ ഗമീലസ്, ഇൻഫീരിയർ ഗമീലസ് ആൻഡ് ക്വാഡ്രാറ്റസ് ഫെമോറിസ് മസിൽസ്. ഇത്രയും മസിൽസ് ഗ്ലൂട്ടിയസ് മാക്സിമസിൻ്റെ ഡീപ്പായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ബോൾഡായിട്ടുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് നല്ലോണം മനസ്സിലാക്കി വെക്കുക. ലാറ്ററൽ റൊട്ടേറ്റേഴ്സ് ഓഫ് ദി ഫെമർ അറ്റ് ദി ഹിപ്പ് ജോയിൻറ്റ്. നമ്മളെ ഹിപ്പ് ജോയിൻറ്റിലുള്ള ഫെമറിൻ്റെ ലാറ്ററൽ റൊട്ടേറ്റേഴ്സ് ആയിട്ടാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. ഏതൊക്കെ മസിൽസ്? പെരിഫോമിസ്, ഒപ്റ്ററേറ്റർ ഇൻറ്റേർണസ്, ഒപ്റ്ററേറ്റർ എക്സ്റ്റേണസ്, സുപ്പീരിയർ ഗമീലസ്, ഇൻഫീരിയർ ഗമീലസ് ആൻഡ് ക്വാഡ്രാറ്റസ് ഫെമോറിസ് മസിൽസ്. ഇവിടെ ഇത്രേ പഠിക്കാനുള്ളൂ കേട്ടോ. പിക്ചർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്ത മസിൽസ് ഏതൊക്കെയാണ്? 3 മസിൽസ് ഓൺ ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദി തൈ ആർ അഡക്ടർ ലോങ്കസ്, അഡക്ടർ ബ്രീവിസ് ആൻഡ് അഡക്ടർ മാഗ്നസ്. ദേ ഒറിജിനേറ്റ് ഓൺ ദ പ്യൂബിക് ബോൺ ആൻഡ് ഇൻസേർട്ട് ഓൺ ദി ഫെമർ. ഓക്കെ, ഇൻസേർഷനും ഒറിജിനും മനസ്സിലാക്കി വെക്കണം. ദീസ് 3 മസിൽസ് അഡക്ട് ദ തൈ ആൻഡ് ആർ യുണീക്ക് ഇൻ ദിയർ എബിലിറ്റി ടു ബോത്ത് മീഡിയലി ആൻഡ് ലാറ്ററലി റൊട്ടേറ്റ് ദ തൈ. ഓക്കെ, മീഡിയൽ ആസ്പെക്റ്റിലുള്ള 3 മസിൽസാണ് ഇത് 3ഉം. അഡക്ടർ ലോങ്കസും ബ്രിവിസും മാഗ്നസും. അതിൻ്റെ ഒറിജിനും പ്യൂബിക് ബോണിലും ഇൻസേർഷൻ ഫെമറിലുമാണ്. പേര് പോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ അഡക്ഷനാണ്. അഡക്ട് ദി തൈ. ഓക്കെ, ആൻഡ് ആർ യുണീക്ക് ഇൻ ദിയർ എബിലിറ്റി. അതായത് ഇതിനൊരു യുണീക്ക് ഫീച്ചർ കൂടിയുണ്ട്. ബോത്ത് മീഡിയലി ആൻഡ് ലാറ്ററലി റൊട്ടേറ്റ് ദ തൈ. നമ്മളെ തൈ മസിൽസിനെ തൈ ബോണിനെ ലാറ്ററലി ആൻഡ് മീഡിയലി റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കും. ആ നോട്ട്സിൻ്റെ തുടർച്ചയാണ്. നമ്മളെ ഫൂട്ട് ഗ്രൗണ്ടിലാണെങ്കിൽ വെൻ ദ ഫൂട്ട് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ദീസ് മസിൽസ് മീഡിയലി റൊട്ടേറ്റ് ദ തൈ. ഓക്കെ, മീഡിയൽ റൊട്ടേഷൻ നടക്കും. ബട്ട് വെൻ ദ ഫൂട്ട് ഈസ് ഓഫ് ദ ഗ്രൗണ്ടിൽ നിന്ന് കാല് പൊക്കിക്കഴിഞ്ഞാൽ ദേ ആർ ലാറ്ററൽ റൊട്ടേറ്റേഴ്സ് ഓഫ് ദ തൈ. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് വൈവക്ക് ചില സമയത്ത് ചോദിക്കും. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. ദിസ് റിസൾട്ട് ഫ്രം ദി ഒബ്ലിക് ഓറിയൻറ്റേഷൻ ഫ്രം ആൻ ആൻറ്റീരിയർ ഒറിജിൻ ടു എ പോസ്റ്റീരിയർ ഇൻസേർഷൻ. എന്ത്? ഒബ്ലിക് ഓറിയൻറ്റേഷൻ ഫ്രം ആൻ ആൻറ്റീരിയർ ഒറിജിൻ ടു എ പോസ്റ്റീരിയർ ഇൻസേർഷൻ. നമ്മളിപ്പോൾ 3 മസിൽസാണ് നോക്കുന്നത്, അഡക്ടർ ലോങ്കസും ബ്രീവിസും മാഗ്നസും. ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ അഡക്ടർ ലോങ്കസ് ഫ്ലെക്സസ് ദ തൈയും അഡക്ടർ മാഗ്നസ് എക്സ്റ്റെൻസ് ദ തൈയും. അതും മനസ്സിലാക്കി വെക്കണം. ഇനി ഈ സെക്ഷനിലുള്ള ഏറ്റവും ലാസ്റ്റിലത്തെ മസിൽ എന്ന് പറയുന്നത് പെക്ടീനിയസ് ആണ്. പെക്ടീനിയസ് മസിൽസ് ഓൾസോ അഡക്ട്സ് ആൻഡ് ഫ്ലെക്സസ് ദ ഫെമർ അറ്റ് ദ ഹിപ്പ് ജോയിൻറ്റ്. ഈ പെക്ടീനിയസ് മസിൽസിനെ പറ്റി ഈ ഒരു വരി മാത്രം നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ മസിൽസിനെല്ലാം നിങ്ങളെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ മസിൽസിനെല്ലാം അതിൻ്റെ ആക്ഷൻസ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. സെയിം മസിൽസ് വീണ്ടും റിപ്പീറ്റായിട്ട് വരും, അത് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ ഇന്ന് പഠിച്ച എല്ലാ മസിൽസിൻ്റെയും ഒറിജിൻ, ഇൻസേർഷൻ, ആക്ഷൻ ആൻഡ് ഇന്നർവേഷൻ്റെ ടേബിളാണിത്. ഇതും നിങ്ങൾ നല്ലപോലെ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ മസിൽസ് ഓഫ് ദ ഗ്ലൂട്ടിയൽ റീജിയൻ ദാറ്റ് മൂവ് ദ ഫെമർ ആണ് നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ. താങ്ക് യു.